ഓഫീസ് ഓട്ടോമേഷൻ ടൂൾസിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് MS എക്സലിനെ കുറിച്ച് തന്നെയാണ്. MS എക്സലിലെ ഇമ്പോർട്ടൻ്റ് ടൂളായിട്ടുള്ള ഗോൾ സീക്ക് അതുപോലെ തന്നെ ഗോൾ സോൾവറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തത് ഗോൾ സീക്ക്. ദ ഗോൾ സീക്ക് ഫംഗ്ഷൻ ഈസ് എ പാർട്ട് ഓഫ് എക്സൽസ് വാട്ട് ഇഫ് അനലൈസിസ് ടൂൾ സെറ്റ്. ഇപ്പോൾ എക്സലിലെ വാട്ട് ഇഫ് അനലൈസിസ് ഡാറ്റ ടാബിൽ ഫോർകാസ്റ്റ് ഗ്രൂപ്പിൽ വാട്ട് ഇഫ് അനലൈസിസ് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉണ്ട്. ആ കമാൻഡിൻ്റെ ഭാഗമായിട്ടാണ് ഗോൾ സീക്ക് അനലൈസിസ് നമുക്ക് നടത്താൻ സാധിക്കുക, ഗോൾ സീക്ക് ഫംഗ്ഷൻ നമുക്ക് കണ്ടെത്താൻ സാധിക്കുക. സോ ദിസ് അലൗസ് ദ യൂസർ ടു യൂസ് ദ ഡിസൈർഡ് റിസൾട്ട് ഫോർ എ ഫോർമുല ടു ഫൈൻഡ് ഔട്ട് ദ പോസിബിൾ ഇൻപുട്ട് വാല്യൂ നെസസറി ടു അച്ചീവ് ദാറ്റ് റിസൾട്ട്. അപ്പോൾ നമുക്ക് ഒരു സെല്ലിലെ വാല്യൂ മറ്റൊരു സെല്ലിലെ ഇൻപുട്ട് വാല്യൂ കൊടുക്കുന്നതോടുകൂടി നമുക്ക് വേണ്ട റിസൾട്ട് കിട്ടാൻ സാധിക്കും. അതായത് ഒരു സെല്ലിലെ വാല്യൂ ഇൻപുട്ട് വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്തുകൊണ്ട് മറ്റൊരു സെല്ലിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദ ഗോൾ സീക്ക് ഫീച്ചർ ഇൻ എക്സൽ യൂസസ് എ സിംഗിൾ വേരിയബിൾ ടു ഫൈൻഡ് ഔട്ട് ദ ഡിസൈർഡ് റിസൾട്ട്. അപ്പോൾ ഒരു വേരിയബിളിൽ നമുക്ക് ചേഞ്ച് വരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ വേരിയബിൾ ഉപയോഗിച്ചുകൊണ്ടാണ് വേണ്ട ഡിസൈർഡ് റിസൾട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ ഇറ്റ് ഈസ് എ മെത്തേഡ് ടു ഫൈൻഡ് ഔട്ട് എ സ്പെസിഫിക് വാല്യൂ ഓഫ് എ സെൽ ബൈ അഡ്ജസ്റ്റിംഗ് ദ വാല്യൂ ഓഫ് അനദർ സെൽ. സോ ഈ ഗോൾ സീക്ക് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു സെല്ലിലെ വാല്യൂ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് മറ്റൊരു സെല്ലിൻ്റെ വാല്യൂ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് വേണ്ട ഡിസൈർഡ് റിസൾട്ട് അവിടെ ഒബ്റ്റെയിൻ ചെയ്യാനും സാധിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ കാണാം നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് 1000, സെല്ലിംഗ് പ്രൈസ് 12, ഡിസ്കൗണ്ട് 10%, റവന്യൂ 10,800 10,800 രൂപയാണ്. ഇത് നമുക്കൊരു ഡാറ്റ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിറ്റ്സ് 1000 യൂണിറ്റ്സ് ആണ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 12 രൂപ, ഡിസ്കൗണ്ട് 10%, റവന്യൂ നമുക്ക് അങ്ങനെയെങ്കിൽ നമുക്ക് 10,800 രൂപ നമുക്ക് ടേൺ ഓവർ അല്ലെങ്കിൽ റവന്യൂ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ ഇതൊരു 30,000 റവന്യൂ നമുക്കുണ്ട്. ഓക്കെ, നിങ്ങളൊന്ന് സങ്കല്പിക്കുക, 30,000 രൂപ അല്ലെങ്കിൽ നമുക്ക് റവന്യൂ ഉണ്ട്. ഈ റവന്യൂ കിട്ടണമെങ്കിൽ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു വാല്യൂ, ഒരു സെല്ലിൻ്റെ വാല്യൂ, റവന്യൂ എന്ന് പറയുന്ന സെല്ലിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യും, 30,000 ആക്കും. അങ്ങനെയെങ്കിൽ ഈ സെൽ D3 എന്ന് പറയുന്ന സെല്ല് ചേഞ്ച് ചെയ്യണം, അത് യൂണിറ്റ്സ് ചേഞ്ച് ചെയ്യണം. ഓക്കെ, അതുകൊണ്ടാണ് സിംഗിൾ വേരിയബിൾ എന്ന് പറയുന്നത്. സോ ഞാനിവിടെ ചെയ്യുന്നത് ഡാറ്റ ടാബിൽ ഫോർകാസ്റ്റ് ഗ്രൂപ്പിൽ വാട്ട് ഇഫ് അനലൈസിസ് എടുത്തു, ശേഷം ഗോൾ സീക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ഒരു സെൽ എന്ന് പറയുന്നത് എന്താണ്? റവന്യൂ എന്ന് പറയുന്ന സെല്ലാണ്. ഓക്കെ, സെറ്റ് സെൽ എന്നുള്ളത് D6 ആയിട്ട് ഞാൻ ഇവിടെ കൊടുത്തു. ഇനി വാല്യൂ, എന്ത് വാല്യൂ ആണ് നമുക്ക് മാറ്റേണ്ടത്? 10,800 രൂപ റവന്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ 30,000 റവന്യൂ നമുക്ക് കിട്ടണം, 30,000 രൂപ റവന്യൂ നമുക്ക് കിട്ടണം. അങ്ങനെയെങ്കിൽ എത്ര യൂണിറ്റ്സ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ എവിടെയാണ് ബൈ ചേഞ്ചിങ് സെൽ? അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഫസ്റ്റ് നിങ്ങൾ സെറ്റ് സെൽ എന്നുള്ളത് എവിടെയാണ് നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതാണ് ആ ഒരു സെൽ അഡ്രസ് ആണ് കൊടുക്കേണ്ടത്. ടു വാല്യൂ, ഈ ഒരു 10,800 30,000 ആക്കും. മൂന്നാമത്തെ ബൈ ചേഞ്ചിങ് സെൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എവിടെയാണോ ഇത് ചേഞ്ച് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് D3 എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ റവന്യൂ 30,000 ആയി. എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം നോക്കുക. നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് എന്നുള്ളത് 2,777 യൂണിറ്റ്സ് അല്ലെങ്കിൽ 2,778 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താലേ നമുക്ക് 30,000 റവന്യൂ ഇതിൽ നിന്ന് കിട്ടുകയുള്ളൂ. ഈ ഒരു ഡിസ്കൗണ്ടും ഈ ഒരു സെല്ലിംഗ് പ്രൈസും ഇവിടെ കോൺസ്റ്റന്റ് ആണ്, ഇത് മാറുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഗോൾ സീക്ക് ഫംഗ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എക്സലിലെ അടുത്തൊരു ടൂളാണ് സോൾവർ ടൂൾസ്, ഗോൾ സോൾവർ എന്ന് പറയും. ഗോൾ സീക്കിൽ ഒരു വാല്യൂ മാത്രമേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ഓക്കെ, സിംഗിൾ വേരിയേറ്റ് ആണ് അല്ലെങ്കിൽ സിംഗിൾ വേരിയബിൾ ആണെന്ന് പറയാൻ കാരണം ഒരു വേരിയബിൾ മാത്രമേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് മറ്റൊരു വേരിയബിൾ ചേഞ്ച് വരുത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എക്സലിലെ ഒരു സിമ്പിൾ ടൂളായിട്ട് കരുതപ്പെടുന്നത് ഗോൾ സീക്കാണ്. പക്ഷേ ഗോൾ സോൾവറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാൻ സാധിക്കും. സോൾവർ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് മൾട്ടി വേരിയേറ്റ് വേർഷൻ ആയിട്ടാണ് ഇതിനെ അറിയപ്പെടുന്നത്.
സോൾവറിനെ അറിയപ്പെടുന്നത് ഇറ്റ്സ് എ മൾട്ടി വേരിയറ്റ് വേർഷൻ ഓഫ് ഗോൾ സീക്ക്. ഗോൾ സീക്കിൻ്റെ ഒരു മൾട്ടി വേരിയറ്റ് വേർഷനാണ് സോൾവർ. കാരണം ഇതിനകത്ത് ഒരു വേരിയബിളിൽ ചേഞ്ച് വരുത്തിക്കൊണ്ട് നമുക്ക് ഒട്ടനവധി വേരിയബിളിലെ അല്ലെങ്കിൽ സെല്ലിലെ ചേഞ്ചസ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, it can take one goal variable and adjust a number of other variables until it get the desired answer. നമുക്കൊരു ടാർഗറ്റ് ഇടുകയാണ്. അപ്പം നമുക്ക് വേണ്ട റിസൾട്ട് കിട്ടുന്നോടം വരെ ഒന്നിലധികമായിട്ടുള്ള വേരിയബിളിൽ നമുക്ക് ചേഞ്ചസ് വരുത്തി കാണാൻ സാധിക്കും. ഇനി ഈ സോൾവർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു നമ്പറിനെ മാക്സിമം വാല്യൂ സോൾവ് ചെയ്യാൻ സാധിക്കും, മിനിമം നമ്പർ വാല്യൂ സോൾവ് ചെയ്യാൻ സാധിക്കും, മിനിമം വാല്യൂ കാണാൻ സാധിക്കും, അതുപോലെ തന്നെ എക്സാക്ട് നമ്പർ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ സോൾവർ ടൂൾസ് വർക്ക് ചെയ്യുന്നത് കൺസ്ട്രെയിൻസ് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് കുറേ കൺസ്ട്രെയിൻസ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനനുബന്ധിച്ചാണ് അതിൻ്റെ റിസൾട്ടും വരുന്നത്. സോൾവർ ടൂള് ബൈ ഡിഫാൾട്ടായിട്ട് എക്സലിൽ അവൈലബിൾ ആയിരിക്കില്ല. എക്സൽ തുറക്കുമ്പോൾ തന്നെ സോൾവർ ടൂൾസ് കാണാൻ സാധിക്കില്ല. ഇതൊരു ആഡ് ഇൻ ഫീച്ചറാണ്. നമ്മൾ ഫയൽ ടാബിൽ പോയിട്ട് മോർ ഓപ്ഷൻസിൽ ഇവിടെ ആഡ് ഇൻസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ മാനേജ് എക്സൽ ആഡ് ഇൻസ് എന്ന് ഗോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ആഡ് ഇൻസ് ഡയലോഗ് ബോക്സ് വരും. സോൾവർ ആഡ് ഇൻ എന്നുള്ളത് ഓൾറെഡി ടിക്ക് മാർക്ക് വന്നിട്ടുള്ളത് കാണാം. ജസ്റ്റ് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇത് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഡാറ്റ ഗ്രൂപ്പിൽ പോയി കഴിഞ്ഞാൽ, ഡാറ്റ ടാബിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ സോൾവർ ആഡ് ഇൻസ് വന്നിട്ടുള്ളത് കാണാം. അനലൈസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ സോൾവർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത് കാണാം. ഓക്കെ, നമുക്കിവിടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. ഇവിടെ 3 ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. ടി വി, മിക്സി, ഓവൻ. ഇതിൻ്റെ യൂണിറ്റ് പ്രോഫിറ്റ് 100, 300, 50. ഇനി നമുക്കുള്ള റിസോഴ്സ് എത്രയാണെന്ന് നോക്കിയോ. 93,000-ഓളം ക്യാപിറ്റൽ നമുക്ക് ഓരോന്നിനും ഉണ്ട്. ഓരോന്ന് വെച്ച് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 101 യൂണിറ്റോളം സ്റ്റോറേജും ഉണ്ട്. ഇനി നമുക്ക് കിട്ടേണ്ടത് എത്രയാണ്? പ്രോഫിറ്റ് കിട്ടണം. എത്രയാണ് ഇവ ഓർഡർ ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി എത്രയാണ്? ടി വി എത്ര നമുക്ക് ഓർഡർ ചെയ്യേണ്ടി വരും, മിക്സി എത്ര ഓർഡർ ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ ഓവൻ എത്ര ഓർഡർ ചെയ്യേണ്ടി വരും, നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ് ഉള്ള റിസോഴ്സ്. അപ്പോൾ നമുക്ക് ഇത്ര റിസോഴ്സ് അവൈലബിൾ ആണ്. ഈ റിസോഴ്സിനേക്കാളും കൂടുതൽ നമുക്ക് ഉപയോഗിക്കാനും പറ്റില്ല. 93,000 ആണ് ക്യാപിറ്റൽ നമുക്കുള്ളത്. 101 യൂണിറ്റ് ആണ് സ്റ്റോറേജ് ഉള്ളത്. അപ്പോൾ ഇതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് റിസോഴ്സ് ഉപയോഗിക്കാനും പറ്റില്ല. ഇവിടെ രണ്ടും 0 കൊടുത്തു. നമുക്കറിയാത്ത വാല്യൂസ് ആയതുകൊണ്ട് ഒക്കെ 0 കൊടുത്തു. ഓക്കെ, നമുക്ക് വേണ്ട വാല്യൂസ് ഒക്കെ കിട്ടേണ്ട വാല്യൂസ് ഒക്കെ 0 കൊടുത്തു. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ഉദ്ദേശിക്കണേ? ഇവിടെ മൾട്ടി വേരിയബിൾ ആണ്. ഒന്നിലധികം വേരിയബിൾസ് നമുക്ക് ചേഞ്ച് ചെയ്യണം ഒരു സെല്ലിൽ ചേഞ്ച് വരുത്തിക്കൊണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അനലൈസിൽ പോവുക, സോൾവർ ടൂൾസ് എടുക്കുന്നു. ഓക്കെ, ഞാൻ ഇവിടെ റീസെറ്റ് ഓൾ കൊടുക്കുകയാണ്. റീസെറ്റ് ഓൾ കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ സെറ്റ് ഒബ്ജക്റ്റീവ്, നമുക്ക് എന്താണ് പ്രോഫിറ്റ് ആണ് വേണ്ടത്. ഓക്കെ, പ്രോഫിറ്റ് ആണ് നമുക്കിവിടെ കാണേണ്ടത്. അപ്പോൾ സെറ്റ് ഒബ്ജക്റ്റീവ് എന്നുള്ളടത്ത് പ്രോഫിറ്റിൻ്റെ ആ സെൽ അഡ്രസ്സ് ഞാൻ അവിടെ കൊടുത്തു. ഓക്കെ, ഇനി ഇവിടെ ഒന്നും ചെയ്യാനില്ല. ടു മാക്സിമം വാല്യൂ, ഓക്കെ, മാക്സിമം പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് മാക്സിമം അവിടെ. ഓക്കെ, 3 ഓപ്ഷൻസിൽ ടു മാക്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട സെൽസ് ഏതാണ്, ചേഞ്ച് ചെയ്യേണ്ട വേരിയബിൾ സെൽസ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വേണ്ട റിസൾട്ട് ഏതൊക്കെയാണ്? ഈ 3 സെല്ലുകളാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ടി വി, മിക്സി, ഓവൻ, എത്ര ഓർഡർ സൈസ്, അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വേരിയബിൾ സെൽസിൽ മാർക്ക് ചെയ്യുന്നു. വേരിയബിൾ സെൽസിൽ ഇത് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി കൺസ്ട്രെയിൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. കൺസ്ട്രെയിൻസിൽ നമുക്ക് കൺസ്ട്രെയിൻസ് ആഡ് ചെയ്യാം. അതായത് റിസോഴ്സ് യൂസ്ഡ് 0 ആണ് കൊടുത്തിരിക്കുന്നത്, റിസോഴ്സ് അവൈലബിൾ ഇത്രയും കൊടുത്തിട്ടുണ്ട്. സോ റിസോഴ്സ് യൂസ്ഡ് ഈസ് ഈക്വൽ ടു റിസോഴ്സ് അവൈലബിൾ. അതിൽ കൂടാൻ പാടില്ല. റിസോഴ്സ് അവൈലബിൾ ആയതിനേക്കാളും കൂടുതൽ നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ റിസോഴ്സ് അവൈലബിൾ ആയത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, റിസോഴ്സ് യൂസ്ഡ് ക്യാപിറ്റൽ സ്റ്റോറേജ് നമ്മളിവിടെ കൊടുക്കുന്നു. ഓക്കെ, സെൽ അഡ്രസ് ആണ് ഈസ് ഈക്വൽ ടു റിസോഴ്സ് അവൈലബിൾ എന്നുള്ളടത്ത് ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ഓക്കെ കൊടുത്തു. ഓക്കെ, ഈ ഒരു കൺസ്ട്രെയിൻ മാത്രമേ ഇവിടെ കൊടുക്കുന്നുള്ളൂ. ശേഷം ഇവിടെ വന്നിട്ട് സിമ്പിൾ LP കൊടുക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് നമ്മൾ സോൾവ് കൊടുക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ റിസൾട്ട്
ഇവിടെ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. റിസോഴ്സ് യൂസ്ഡ് ഈസ് ഈക്വൽ ടു റിസോഴ്സ് അവൈലബിൾ, ഇത് ഈക്വൽ ആയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? ഓർഡർ സൈസ് ടി വി 94 യൂണിറ്റ്, മിക്സി 54 യൂണിറ്റ്, ഓവൻ ഒന്നും വേണ്ട. അങ്ങനെ നമുക്ക് ഒരു 25,600 രൂപ പ്രോഫിറ്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സോൾവർ ടൂൾസ്. അപ്പോൾ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഗോൾ സീക്കും ഗോൾ സോൾവറും തമ്മിൽ ഡിഫറൻസ്, ഗോൾ സീക്കിൽ ഒരൊറ്റ വേരിയബിൾ ചേഞ്ച് ആവുള്ളൂ. ഗോൾ സോൾവറിലേക്ക് വന്നു കഴിഞ്ഞാൽ മൾട്ടി വേരിയറ്റ് ആണ്, ഒന്നിലധികം വേരിയബിൾസിൽ നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, അടുത്തത് നമ്മൾ ലാസ്റ്റ് ഏരിയയിലേക്ക് പോവാണ്, സെനാരിയോ മാനേജ്മെൻറ്റ്. സെനാരിയോ മാനേജ്മെൻറ്റ് എക്സലിൽ വാട്ട് ഇഫ് അനലൈസിസിലെ ഒരു ടൂളാണ് സെനാരിയോ മാനേജ്മെൻറ്റ്. Scenario Manager is a built-in Excel tool that allows users to deal with changing up to 32 variable cells simultaneously. At a time നമുക്ക് 32 വേരിയബിൾ 32 സെല്ല് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. വാട്ട് ഇഫ് അനലൈസിസിൽ ഗോൾ സീക്ക് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇൻപുട്ട് വാല്യൂസ് എങ്ങനെയാണ് ഒരു സ്പെസിഫിക് ഗോളിലേക്ക് അറ്റൈൻ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. പക്ഷേ സെനാരിയോ മാനേജ്മെൻറ്റ് or scenario manager lets you substitute input values for multiple cells. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വാല്യൂവിനെ മറ്റൊരു വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് ഫോം ചെയ്യാൻ സാധിക്കും. ഓക്കെ, വിത്ത് സെനാരിയോസ് ഇൻ എക്സൽ വി ക്യാൻ സ്റ്റോർ മൾട്ടിപ്പിൾ വേർഷൻസ് ഓഫ് ഡാറ്റ ഇൻ ദ സെയിം സെൽ. ഒരേ സെല്ലിൽ തന്നെ ഒന്നിലധികം ഡാറ്റ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്ക് എന്താണെന്നുള്ളത് കൂടുതലായിട്ട് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് മനസ്സിലാക്കാം. എങ്ങനെയാണ് ഒരു സെല്ലിൽ ഒന്നിലധികം ഡാറ്റ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുക, സേവ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതൊക്കെ. ഓക്കെ, ഇവിടെ ഒരു പ്രോബ്ലം, ഒരു കമ്പനീൻ്റെ ബഡ്ജറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. രണ്ട് ബഡ്ജറ്റ്, രണ്ട് കേസ് ഉണ്ട്. കേസ് 1 ബഡ്ജറ്റ് സെനാരിയോ ആൻഡ് കേസ് 2 ബഡ്ജറ്റ് സെനാരിയോ. ഇവിടെ ഫസ്റ്റത്തെ ഒരു കേസ് 1 കൊടുക്കുകയാണ്. കമ്പനിയുടെ ഗ്രോസ് സെയിൽസ് 50,000, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 13,200. സോ 50,000 മൈനസ് 13,200 ഈസ് ഈക്വൽ ടു 36,800. അതാണ് ഗ്രോസ് പ്രോഫിറ്റ് കമ്പനിയുടെ. ഇനി നമ്മളിത് സെനാരിയോയിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ സെനാരിയോയിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ വാട്ട് ഇഫ് അനലൈസിസിൽ സെനാരിയോ മാനേജർ എടുത്തു. ഓക്കെ, അവിടെ നമ്മൾ ഈ ഒരു സെനാരിയോ, ഈ ഒരു പോർഷൻ നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. ആഡ് എന്നുള്ള ബട്ടൺ കൊടുക്കുക, സെനാരിയോ നെയിം. അപ്പോൾ ഞാനിവിടെ കേസ് 1 എന്നുള്ളത് കൊടുത്തു. ഇനി കേസ് 1 എന്നുള്ളത് ജസ്റ്റ് ഒരു പേര് കൊടുത്താൽ മതി. ഇനി ചേഞ്ചിങ് സെല്ല്, ഏതൊക്കെ സെല്ലുകളാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്നുള്ളത്. നമുക്ക് ഏതൊക്കെ ചേഞ്ചിങ് സെല്ല് E6ഉം E7ഉം ആണ്. E6 ആൻഡ് E7 ഇത് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ ചേഞ്ച് ചെയ്യേണ്ട സെൽസ് 50,000ഉം അല്ലെങ്കിൽ E6ഉം E7ഉം ആണ് ചേഞ്ച് ചെയ്യേണ്ടത്. അത് നമ്മളവിടെ കൊടുത്തു. പ്രിവെൻറ്റ് ചേഞ്ചസ് ഇതൊക്കെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഓക്കെ കൊടുക്കണു. ഓക്കെ, ഇതിന് ശേഷം ജസ്റ്റ് ഇത് വീണ്ടും ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ, അതിന് ശേഷം ഞാനിത് ജസ്റ്റ് ക്ലോസ് ചെയ്യാണ്. ഇനി നമുക്ക് കേസ് 2 പഠിക്കണം, അല്ലെങ്കിൽ കേസ് 2 എഴുതണം. ഓക്കെ, കേസ് 2ൽ രണ്ടാമത്തെ നമ്മുടെ കമ്പനിയുടെ ബഡ്ജറ്റ് 1,50,000 ആണ്. 1,50,000 ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്സ് എന്ന് പറയുന്നത് 26,000 ആണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഇവിടെ റിസൾട്ട് വന്നു. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,24,000 ആണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഒന്നുമില്ല, സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് പ്രോഫിറ്റ്. അപ്പോൾ കേസ് 2 എന്ന് നമ്മൾ എഴുതി. ഇനി വീണ്ടും ഇത് വാട്ട് ഇഫ് അനലൈസിസിൽ സെനാരിയോ മാനേജറിൽ റെക്കോർഡ് ചെയ്യണം. നമ്മൾ ആഡ് എന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, കേസ് 2 എന്ന് പറയുന്ന നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. വീണ്ടും ഇവിടെ ചേഞ്ചിങ് സെൽസ് നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ അതേ സെല്ലിൽ തന്നെയാണ് നമ്മൾ ചേഞ്ച് വരുത്തിയിരുന്നത്. ഓക്കെ, കേസ് 1 ഓൾറെഡി റെക്കോർഡഡ് ആണ്. കേസ് 2 നമ്മൾ ഒരേ സെല്ലിൽ, സെയിം സെല്ലിൽ തന്നെ എന്ത് ചെയ്യാണ്, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വീണ്ടും ചേഞ്ചിങ് സെൽസ് നമ്മളിവിടെ മാറ്റേണ്ട ആവശ്യമില്ല, കാരണം സെയിം സെൽസ് ആണ്. ഓക്കെ, സെയിം സെല്ലിലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുക, ഇത് നമ്മൾ ഓക്കെ കൊടുത്തേക്കുക. അതിനുശേഷം നമുക്കിതിൻ്റെ ഒരു സമ്മറി കാണണം. ഓക്കെ, സമ്മറി കാണണമെങ്കിൽ നമ്മൾ സമ്മറി കൊടുക്കുന്നു. ഒരു സെനാരിയോ സമ്മറി നമുക്കിവിടെ കാണാം, അല്ലെങ്കിൽ സെനാരിയോ പിവറ്റ് ടേബിൾ ആക്കി റിപ്പോർട്ടായിട്ടും കിട്ടും. ഓക്കെ, സെനാരിയോ സമ്മറി ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, ഓക്കെ, ഇവിടെ നമുക്ക് സെനാരിയോ സമ്മറി കിട്ടി. കേസ് 1 ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, കേസ് 2 ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഒരേ സെല്ലിൽ നമുക്ക് അറ്റ് എ ടൈം ചേഞ്ചസ് വരുത്താൻ സാധിക്കും. ഓക്കെ, 32 വേരിയബിൾ വരെ ചേഞ്ച് വരുത്താൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരേ സെല്ലിൽ നമുക്ക് അറ്റ് എ ടൈം എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ചസ് വരുത്തി ഈ സെനാരിയോയിലേക്ക് ആഡ് ചെയ്യാം. ഇതിൻ്റെ ഒരു സമ്മറി നമുക്കിവിടെ ലഭിക്കുകയും ചെയ്യുന്നു. ഓക്കെ സ്റ്റുഡൻസ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസ്.
ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ ഗൂഗിൾ മീറ്റിലൂടെ തീർത്തതാണ്. ഇതോടുകൂടി നമ്മുടെ എക്സലിൻ്റെ ക്ലാസ്സുകൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിനെ കുറിച്ച് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സെനാരിയോ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഗോൾ സീക്കും ഗോൾ സോൾവറും ഒക്കെ എക്സലിൽ അവൈലബിൾ ആയിട്ടുള്ള ടൂൾസ് ആണ്. സെനാരിയോ മാനേജ്മെൻറ്റും അതേപോലെ തന്നെ ഗോൾ സീക്കും എക്സലിൽ വാട്ട് ഇഫ് അനലൈസിസിൽ വരുന്ന ഒരു ഓപ്ഷനാണ്, ഒരു കമാൻഡാണ്, അല്ലെങ്കിൽ ഒരു ടൂളാണ്. ഗോൾ സോൾവർ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കാണാൻ സാധിക്കത്തില്ല. നമ്മൾ ഓപ്ഷൻസിൽ പോയിട്ട് ഒരു ആഡിനാണ്, അത് ടിക്ക് ചെയ്ത് അത് അലൗ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കിവിടെ സോൾവർ കാണാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഗോൾ സീക്കിൻ്റെ ഇതൊക്കെ തിയറിയാണ് നിങ്ങൾ എഴുതേണ്ടതൊന്നും നിങ്ങൾ കാണാപ്പാടെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. പ്രോബ്ലം ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ എക്സാമിനേഷന് കോട്ട് ചെയ്ത് എഴുതാം ചോദിച്ചു കഴിഞ്ഞാൽ. ഒന്നുമില്ലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ കൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിച്ചാൽ മതി. ഗോൾ സീക്ക് എന്ന് പറയുമ്പോൾ ഒരു വേരിയബിൾ ആണ്, അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമുക്ക് ഒരു വേരിയബിൾ ചേഞ്ച് ചെയ്തുകൊണ്ടേ മറ്റൊരു വേരിയബിളിൻ്റെ ചേഞ്ചസ് കാണാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മളൊരു പ്രോഡക്റ്റിൻ്റെ കേസ് എടുത്തു. ഒരു പ്രോഡക്റ്റ് എത്ര സെല്ല് ചെയ്യുന്നു, അപ്പോൾ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള വ്യത്യാസമായിരിക്കാം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഇപ്പോൾ പ്രൈസ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഡിമാൻഡ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അറ്റ് എ ടൈം നമുക്ക് ഒരു വേരിയബിളെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുള്ളൂ ടു ഗെറ്റ് ദ റിക്വയർഡ് ഒബ്ജക്റ്റീവ് ഓർ ടാർഗറ്റ്. ഒരു ടാർഗറ്റ് നമുക്ക് കിട്ടണം. ആ ടാർഗറ്റ് കിട്ടാൻ വേണ്ട നമുക്ക് എന്തൊക്കെയാണോ അതിനകത്ത് മാറ്റാൻ പറ്റുക, അപ്പോൾ അതിൽ എന്താണ്, ഒരു സെല്ല് മാത്രമേ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. എവിടെ? ഗോൾ സീക്കിൽ. ഗോൾ സോൾവറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സെല്ലുകൾ മാറ്റാൻ സാധിക്കും. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് എ മൾട്ടിവേരിയേറ്റ് ഫംഗ്ഷൻ ഇൻ എക്സൽ. ഒന്നിലധികം സെല്ലുകൾ മാറ്റിക്കൊണ്ട് നമുക്ക് വേണ്ട റിക്വയർഡ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ടാർഗറ്റ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇനി സെനാരിയോ മാനേജ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊരു സമ്മറി റിപ്പോർട്ടായിട്ട് കിട്ടും. ആസ് എ സെനാരിയോ സമ്മറി ഓർ എ പിവറ്റ് ടേബിൾ, ഒരു ടേബിൾ ആയിട്ട് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്തെടുക്കാം. ഇവിടെ എന്താണ് ഇതിൻ്റെ ഒരു വ്യത്യാസമല്ല, ഇതെന്താണ് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഒരു സെല്ലിലുള്ള വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് മറ്റൊരു വാല്യൂ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതാണ് കേസ് 1ൽ നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്തു. കേസ് 1ൽ നമ്മൾ ഡാറ്റ കൊടുത്ത് ആഡ് ചെയ്തു. വീണ്ടും കേസ് 2 നമ്മൾ ഒരേ സെല്ലിൽ തന്നെയാണ് ആഡ് ചെയ്തത്. ഓക്കെ, അങ്ങനെ നമുക്ക് ഒരു റിപ്പോർട്ട് ഇതിനകത്ത് സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ബൈ ദിസ് I conclude this area of Excel, MS Excel. So let's continue with MS PowerPoint in the coming classes. Okay students, thank you.